സ്വാശ്രയ പ്രശ്നത്തിൽ ABVP കോഴിക്കോട് നടത്തിയ മാർച്ചിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. കയ്യാങ്കളിക്കൊടുവിൽ പരിക്ക് പറ്റിയത് ഒരു ഹോം ഗാർഡിനായിരുന്നു. ഈ അടിയൊന്നും പുറത്തുള്ള സമരക്കാർ കണ്ടില്ലെങ്കിലും പോലീസുകാരെ ഇത് വല്ലാതെ സങ്കടപ്പെടുത്തി. അങ്ങനെ പതിവ് പോലെ മുദ്രാവാക്യം വിളിച്ച് കുട്ടി നേതാക്കളെത്തി. തടസ്സമൊരുക്കി പോലീസുകാരും ഉണ്ടായിരുന്നു. അധികം കളിച്ചാൽ കുളിപ്പിക്കാൻ വെള്ളം നിറച്ച് വരുണും തയ്യാറായിരുന്നു. പരിപാടി തുടങ്ങി. മൂത്ത നേതാവിൻ്റെ വാമൊഴികളിൽ എല്ലാവരും മിഴിച്ചു നിന്നു. പെട്ടെന്നായിരുന്നു ആ കാഴ്ച. ശാന്തരായിരുന്നവർ പോലീസുകാരൊരുക്കിയ തടസ്സം ഭേദിക്കാൻ ഓടി. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാരിടിച്ചു പൊളിച്ചത്. സിനിമാ സ്റ്റണ്ട് കഴിഞ്ഞ് അഭിനേതാക്കൾ വിശ്രമിക്കുന്നത് പോലെ കുട്ടികൾ കൂളായിരുന്നു. പോലീസുകാർ വെള്ളത്തൂവാലയിൽ ചോര തുടച്ച് തെളിവുകൾ ശേഖരിച്ചു. ഈ സമയം പുറത്ത് വരുൺ മറ്റുള്ളവരെ കുളിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ ഉള്ളിൽ നടന്ന കലാപരിപാടികളെക്കുറിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടി നേതാക്കളോട് സങ്കടം പറഞ്ഞു. 10-20 വർഷം സേനയിൽ പണിയെടുത്ത ആളെ നിങ്ങൾ ഇങ്ങനെ തല്ലരുതായിരുന്നു. സാധാരണ പോലീസിന്റെ എല്ലാ അധികാരങ്ങളും ആർമിയിൽ പണിയെടുത്ത ഒരാളാണ്. നമ്മളാണ് പിന്നെ അടിക്കുകയാണെങ്കിൽ നേരത്തെയോട് അടിപൊട്ടുന്നത്. ഇത്രയും നമ്മൾ ശ്രമിക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നോട് വന്നിട്ട് ആ പ്രശ്നം ഉണ്ടാകേണ്ട ആ ഹോംഗാർഡിൻ്റെ ഭാഗത്ത് അടിച്ചിട്ടുണ്ട് കിട്ടും. അല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. ഇത് കേട്ട് പോലീസുകാരൻ്റെ സങ്കടത്തിൽ മറ്റുള്ളവരും പങ്കുചേർന്നു. അതിനിടയിൽ ചിലർ ഇങ്ങനെ ചിന്തിച്ചു, അകത്ത് കയറി അടിയുണ്ടാക്കിയവരെ പോലീസുകാർ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ, അവരിപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആവോ. ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം കോഴിക്കോട് നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.